സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. തൃശൂരിന്റെ സമഗ്ര മാറ്റത്തിനുള്ള പദ്ധതികൾ ഉറ്റുനോക്കി ജില്ല. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടന്ന CSR തട്ടിപ്പിൽ തൃശൂർ ജില്ലയിലും വൻ കൊള്ള. ജില്ലയിൽ മാത്രം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പരാതി. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരിങ്ങാലക്കുടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസിലെ ഡ്രൈവറാണ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയത്. ഡ്രൈവർ മൂർക്കനാട് സ്വദേശി രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ നടുവിലാൽ ജംഗ്ഷനിലെ അപകടക്കിണിയായി മാറിയിരുന്ന മാൻഹോളിന്റെ സ്ലാബ് അറ്റകുറ്റപ്പണി നടത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. നമസ്കാരം. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് വെള്ളിയാഴ്ച അവതരിപ്പിക്കും. പ്രതീക്ഷകളോടെയാണ് ബജറ്റിനെ സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ 9-ന് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സഭയിൽ വയ്ക്കും. കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നികുതിയേതര വരുമാന വർധനവിനുള്ള മാർഗങ്ങളായിരിക്കും ബജറ്റ് ഫോക്കസ് ചെയ്യുകയെന്ന് സൂചനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ജനകീയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുഭപ്രതീക്ഷയോടെയാണ് ജില്ലയും ബജറ്റിനെ കാത്തിരിക്കുന്നത്. തൃശൂരിന്റെ വിവിധ മേഖലകളിൽ സമഗ്ര മാറ്റത്തിന് വഴിവെക്കുന്ന പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇനിയും പൂർത്തിയായിട്ടില്ല. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കാനുള്ളത്. പല പദ്ധതികളും ഭരണാനുമതിയായും സാങ്കേതിക അനുമതിക്കായും കാത്തിരിക്കുകയാണ്. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ CSR തട്ടിപ്പിൽ തൃശൂരിലും നടന്നത് വൻ കൊള്ള. ജില്ലയിലെ 3 സീഡ് സൊസൈറ്റികളിൽ നിന്നായി തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് 4 മാസത്തിനിടെ ഒഴുകിയത് 1.5 കോടി രൂപ. വടക്കാഞ്ചേരിയിലും പുഴയ്ക്കലും കോൺഗ്രസ് ജനപ്രതിനിധികൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റികൾ തട്ടിപ്പിന് ഇരയായപ്പോൾ അന്തിക്കാട് CPMന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റും നേതൃത്വം നൽകുന്ന സൊസൈറ്റിയാണ് തട്ടിപ്പിനിരയായത്. പകുതി വില തട്ടിപ്പിൽ തൃശൂരിൽ മാത്രം 1.5 കോടി രൂപയുടെ പരാതികൾ ഇതുവരെ ഉയർന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി, അന്തിക്കാട്, പുഴയ്ക്കൽ, ഉല്ലൂക്കര എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് നടന്നത്. കേരളമാകെ നടന്ന കോടികളുടെ പാതിവില തട്ടിപ്പിൽ ED പ്രാഥമിക വിവരശേഖരണം നടത്തി. കേരളം മൊത്തം നടത്തിയ സീഡ് 1000 കോടി തട്ടിപ്പ് എരുമപ്പെട്ടിയിലും. തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സഫീന അസീസ്, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് എന്നിവർ പ്രധാന കോർഡിനേറ്റർമാരായാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 200ഓളം പേർ എരുമപ്പെട്ടിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചനയുള്ളത്. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവ പകുതി വിലയിൽ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. മെമ്പർഷിപ്പ് ഫീസായി 325 രൂപയും ഈടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എരുമപ്പെട്ടി പോലീസിൽ തട്ടിപ്പിനിരയായവർ നൽകി. തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും നടത്തിയ ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി NM മിഥുൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, സുമന സുഗതൻ, MV വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ് എന്നിവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ആരോപിച്ചു. ഈ സഫീന അസീസും സുനീഷ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിലവിലുള്ള നേരത്തെ പറഞ്ഞ 1ാം വാർഡ് മെമ്പർ റീനയും 17ാം വാർഡ് മെമ്പർ MC ഐജു ഉൾപ്പെടെയുള്ള റാക്കറ്റാണ് ഇതിന് പുറകിൽ. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന 100 കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ അനന്തകൃഷ്ണൻ
എരുമപ്പെട്ടിയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ പാവപ്പെട്ടവരെ പറ്റിക്കാൻ, പാവപ്പെട്ട വനിതകളെ വഴിയാധാരമാക്കാൻ, പാവപ്പെട്ടവരെ പ്രലോഭനം നടത്തി തട്ടിപ്പ് നടത്തിയ സഫീന അസീസ് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നിയമവിധേയമായ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപകീർത്തിപരമായ പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി മഹിളാ കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ബുഷറ റഷീദ്. നാട്ടിൽ സ്പർദ്ധയും സംഘർഷവും സൃഷ്ടിക്കുവാൻ കരുതിക്കൂട്ടി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കാണിച്ചാണ് പരാതി നൽകിയത്. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 9 മാസമായി താൻ പ്രവർത്തിക്കുന്നുണ്ട്. ലാപ്ടോപ്പുകൾ, ഓണക്കിറ്റ് എന്നിവ സബ്സിഡി നിരക്കിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. 10 ഗുണഭോക്താക്കളുടെയും ഫെസിലിറ്റേഷൻ ചാർജ് ഉൾപ്പെടെ തിരിച്ചു നൽകിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് സ്റ്റേറ്റ് കോർഡിനേറ്ററായ അനന്തുകൃഷ്ണനെതിരെ കേസ് വരുന്നത്. ഇതിനെ തുടർന്നാണ് ചെറിയ പ്രതിസന്ധി ഉടലെടുത്തതെന്നും വടക്കാഞ്ചേരി സീഡ്സിൽ യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ലെന്നും ബുഷറ റഷീദ് വ്യക്തമാക്കി. 50% സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനം ലഭിക്കുമെന്ന നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതെന്ന് ബുഷറ റഷീദ് പറഞ്ഞു. ആ വർക്കിംഗ് ഡേ ദിവസം കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് കിട്ടുക. ആ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും നമുക്ക് ദിവസങ്ങൾ എടുക്കാൻ. വടക്കാഞ്ചേരി സീഡ് യാതൊരു തട്ടിപ്പും നടത്തിയിട്ടില്ല. എന്നെ കുറിച്ചിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നതിൻ്റെ ഭാഗമായി ഞാൻ വടക്കാഞ്ചേരി CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടുത്തുള്ള CCTV പരിശോധിച്ച് ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താം എന്നുള്ളത്, എന്നെ കുറിച്ചിട്ടുള്ള ആരോപണം ഉന്നയിച്ച ആളുകളെയും പോസ്റ്റർ ഒട്ടിച്ച ആളുകളെയും കണ്ടെത്താം എന്നുള്ളത് CI ഉറപ്പ് തന്നിട്ടുണ്ട്. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. വൈദ്യുതി പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് കൺവെൻഷനിൽ COAക്ക് ഉറപ്പു നൽകി. ഒരു വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക. TV ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ്. ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി. ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി. അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞു. അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നിങ്ങൾക്ക് അന്ന് ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാകുന്നത്. ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയത്. പിന്നീട് അത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റായി, ഒരു പുതിയ സംവിധാനമായി, രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അത് മാറിയത്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് KV കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും KV കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിൽ എത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. KV കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും. KV കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. KV കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. TC വിനോസ്, തൃശൂർ. കാട്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരാഞ്ചിറ സ്വദേശി പുലക്കുടിയിൽ വീട്ടിൽ 30 വയസ്സുള്ള ജിതിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രി റോഡിൽ വെച്ച്
ജിതിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസിലെ ഡ്രൈവറാണ് ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ ഉപയോഗിച്ചത്. ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവാകുന്നതിനിടെയാണ് ബസ് ജീവനക്കാർ അശ്രദ്ധമായ സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരിയാണ് ഡ്രൈവർ ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി TCVക്ക് നൽകിയത്. ബസ് ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഡ്രൈവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ മൂർക്കനാട് സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ രാധാകൃഷ്ണനെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും മറ്റുമുള്ള നടപടികൾക്കുമായി മോട്ടോർ വെഹിക്കിൾ വകുപ്പിനെ കൈമാറിയതായും പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ഓവർടേക്കിംഗിനെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാരും എയ്സ് ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. നാട്ടുകാർ ബസ് തടഞ്ഞു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ചാപ്പാറ ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും യാത്രക്കാരുമായി കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന സുമംഗലീസ് എന്ന ബസ് അതേ ദിശയിൽ വരികയായിരുന്ന ഐസ്ക്രീം വിതരണം ചെയ്യുന്ന എയ്സിന് വഴി കൊടുക്കാതിരിക്കുകയും അപകടകരമായ വിധത്തിൽ മറികടക്കുകയും ചെയ്തതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. നാട്ടുകാർ കൂടി ഇടപെട്ടതോടെ പ്രശ്നം കയ്യാങ്കളിയിലെത്തി. അരമണിക്കൂറോളം സമയം നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇടപെടലിലൂടെ ബസ് വിട്ടയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും പോലീസിൽ പരാതി നൽകി. ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരാൾ അറസ്റ്റിൽ. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി കുമ്മംപെട്ടി സുന്ദരപാണ്ഡിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപം ബസ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പൂമംഗലം എടക്കുളത്തുകാരൻ സതീഷിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. തർക്കത്തിനിടെ സുന്ദരപാണ്ഡ്യൻ സതീഷിനെ തള്ളിയിട്ട ശേഷം വാഹനത്തിന്റെ ബ്രേക്ക് ലിവർ കൊണ്ട് തലയിലും മുഖത്തും അടിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കൈയിലെ തള്ളവിരൽ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ ക്ലീറ്റസ് ദിനേശ്, പോലീസ് ഓഫീസർമാരായ സനീഷ്, രഞ്ജിത്ത്, കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ അപകടക്കെണിയായിരുന്ന മാൻഹോളിന്റെ തകർന്ന കോൺക്രീറ്റ് സ്ലാബ് അറ്റകുറ്റപ്പണികൾ നടത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബ് അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കോർപ്പറേഷൻ കൌൺസിലർമാരായ ജോൺ ഡാനിയേൽ, പൂർണിമ സുരേഷ് എന്നിവർ വിഷയം സെക്രട്ടറിയെ അറിയിക്കുകയായിരുന്നു. സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് കോർപ്പറേഷൻ ജീവനക്കാർ തകർന്ന സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കിയത്. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കാർഷിക മേഖല പ്രതിസന്ധിയും പ്രതിരോധവും എന്ന വിഷയത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക വിഭവങ്ങൾക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്ത്യൻ കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു. കർഷകരും തൊഴിലാളികളും നിരവധി സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കവർന്നെടുക്കാനാണ് കാർഷിക നിയമങ്ങളും ലേബർ കോഡും പിൻവാതിലിലൂടെ വീണ്ടും കൊണ്ടുവരാൻ മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും വിജു കൃഷ്ണൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി M ചന്ദ്രൻ, AC മൊയ്തീൻ MLA, സംഘാടക സമിതി കൺവീനർ K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരം ഉയർത്തിക്കൊണ്ടുവരാനാണ് മറ്റും തീരുമാനിച്ചത്. നയങ്ങൾക്ക് അനുകൂലമായി ഒപ്പം ഞെട്ടിക്കുന്ന വേറൊരു കണക്കും കൂടിയുണ്ട്. 3.25 ലക്ഷം തൊഴിലാളികൾ ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി നഗരങ്ങളിലോട്ട് പലായനം ചെയ്തു വരുന്ന തൊഴിലാളികൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് ഈ മാസം 21-ന് വിഷയം വീണ്ടും പരിഗണിക്കും. സ്വർണം, വെള്ളി, ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്.
അഴീക്കോട് കടലിൽ തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിയിൽ. മുനമ്പം പള്ളിപ്പുറം സ്വദേശി ഓളാട്ടുപുരയ്ക്കൽ വീട്ടിൽ ലൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള വചനം 2 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 2,46,200 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ബോട്ടുകൾക്ക് 5,17,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം നടത്തിയ പരിശോധനയിലാണ് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആകർഷിച്ച് വല വീശുന്ന ബോട്ടുകൾ പിടികൂടിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, അഴീക്കോട് തീരദേശ പോലീസ് SI PP ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ആഴക്കടലിൽ പരിശോധന നടത്തിയത്. ചാലക്കുടി നഗരസഭയുടെ പുതിയ ചെയർമാനായി ഷിബു വാലപ്പനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരം എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. 36-അംഗ കൌൺസിലിൽ ഷിബു വാലപ്പന് 28-ഉം എതിർ സ്ഥാനാർത്ഥി LDFിലെ CS സുരേഷിന് 5 വോട്ടുകൾ വീതം ലഭിച്ചു. സ്വതന്ത്ര അംഗങ്ങളായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. മറ്റൊരു സ്വതന്ത്ര അംഗമായ KS സുനോജ് തെരഞ്ഞെടുപ്പ് യോഗത്തിന് എത്തിയില്ല. മുൻ ചെയർമാൻ എബി ജോർജാണ് ഷിബു വാലപ്പന്റെ പേര് നിർദ്ദേശിച്ചത്. മുൻ ചെയർമാനായ VO പൈലപ്പൻ പിന്താങ്ങി. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ M വെങ്കിടേഷ് ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ഡി-സോൺ കലോത്സവം തടഞ്ഞതിന് പിന്നിൽ സർക്കാരിനു കൂടി പങ്കുള്ളതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നിദ ഫാത്തിമ. തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. 8 വർഷത്തിന് ശേഷമാണ് KSU യൂണിയൻ പിടിച്ചത്. അന്നുമുതൽ SFI വേട്ടയാടുകയാണ്. ലോ ആൻഡ് ഓർഡർ മീറ്റിംഗുകളിൽ പോലീസ് പോലും പങ്കെടുക്കാറില്ലെന്നും കലോത്സവത്തിന്റെ തുടർ നടത്തിപ്പിന് കോടതി അനുവദിച്ചിട്ടും ഗവൺമെന്റ് പ്ലീഡർ തയ്യാറായില്ലെന്നും നിദ ഫാത്തിമ ആരോപിച്ചു. മാസങ്ങളായി പ്രദേശവാസികളെയും വഴിയാത്രക്കാരെയും ദുരിതത്തിലാക്കി അരണാട്ടുകരയിലെ അനധികൃത ടാർ മിക്സിംഗ് യൂണിറ്റ്. അരണാട്ടുകര വടൂക്കര റോഡിൽ കടവാരം പാടത്താണ് നാട്ടുകാർക്ക് ദുരിതമായി ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പാടം മണ്ണിട്ട് നികത്തി വിവാദത്തിലായ തൃശൂർ കോർപ്പറേഷനിലെ ലാലൂർ ഡിവിഷനിൽ ഉൾപ്പെട്ട കടവാരം പാടത്താണ് മാസങ്ങളായി അനധികൃത ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നുള്ള പൊടിശല്യവും പുകയും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ രൂക്ഷഗന്ധവും മൂലം പ്രദേശത്തെ 30-ലേറെ കുടുംബങ്ങളും വഴിയാത്രക്കാരും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ കുരുന്നുകളും സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുമെല്ലാം മാസങ്ങളായി വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. പലരും ശ്വാസമുട്ടലടക്കമുള്ള ശാരീരിക പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. ഡിവിഷൻ കൗൺസിലർ അടക്കമുള്ള അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും രാത്രികാലങ്ങളിൽ വലിയ ടോറസ് ലോറികളിൽ മെറ്റലുകൾ കൊണ്ടിറക്കുന്നതിൻ്റെ ശബ്ദം മൂലം ഉറക്കം പോലും നഷ്ടപ്പെട്ടതായും പ്രദേശവാസിയായ VT ഗിൽട്ടൺ പറഞ്ഞു. 1-2 മാസമായി അടുപ്പിച്ച് ഇവിടെ കരിങ്കിലും മിക്സ് ചെയ്യാനായിട്ട് ടാറും കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം അവിടെ ഞങ്ങൾ പറഞ്ഞു, അവർ ഒഴിഞ്ഞു മാറി പോകണില്ല. അത് ഞങ്ങൾക്ക് ഇവിടെ കുറേ വീടുകാർ വെച്ചിട്ടുണ്ട്. ഒരു അംഗൻവാടി ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല പുക. അത് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചാൽ അതേമാരെ ഈ ടാറ് കത്തുന്നത് രാത്രി നേരത്തെങ്കിലും ടോറസിലാണ് ഈ മെറ്റലും മറ്റുള്ള സാമഗ്രികളും കൊണ്ടുവരുന്നത്. രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പല പ്രാവശ്യം ഞങ്ങൾ പലരോടും പരാതി പറഞ്ഞിട്ടും ഇതൊന്നും ആവണില്ല. അതൊന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ അത് സൗകര്യപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നടപടി ആക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കോർപ്പറേഷന്റെ പല ഡിവിഷനുകളിൽ നടക്കുന്ന റോഡ് ടാറിങ്ങിനുള്ള മിക്സിംഗ് നടക്കുന്നത് ഇവിടെയാണ്. ദിവസവും രാവിലെ 6:30 മുതൽ ആരംഭിക്കുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് 6 വരെ നീളും. ഇവിടെ നിന്നുള്ള പുകയും ടാർ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം കത്തിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ മണവും മൂലം പ്രദേശവാസികൾ മാത്രമല്ല വാഹനയാത്രികരും ദുരിതമനുഭവിക്കുകയാണ്. ടാർ മിക്സിംഗ് യൂണിറ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അരണാട്ടുകരയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും പ്രദേശവാസിയുമായ ET ഷാജു പറഞ്ഞു. ടാറിങ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കാശ് കൊടുത്തിട്ട് ഗവൺമെൻറ് കോർപ്പറേഷൻ ഇതൊക്കെ കാശ് കൊടുത്ത് വേറെ സംസ്കരിക്കുന്നത്, ഇവർ ഇതിൻ്റെ കൂടെ ഇട്ട് കത്തിക്കുക. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് പൊല്യൂഷൻ, ആരോഗ്യ പ്രശ്നം കണ്ടമാനം ഉണ്ടാവുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും മെറ്റലിൽ അടിച്ചുകൊണ്ടിരിക്കുക. അതാത് സ്ഥലത്ത് മിക്സിങ് ഉണ്ടാക്കിയിട്ട് അവർ അവിടെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വാർഡിന് ഞങ്ങൾ മാത്രമല്ല, ഇത് തൃശ്ശൂർ ജില്ലയിലത്തെ മുഴുവൻ ഉണ്ടെന്നുകൊണ്ട് ഇവിടെ ഇത് ഇന്നും നാളെ തീരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. നേരത്തെ ഇവിടുത്തെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ എത്തിയിരുന്നുവെങ്കിലും ഇന്ന് ഇങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞുപോലും നോക്കാതായി. ഇവിടുത്തെ പല വഴിയോര കച്ചവട കേന്ദ്രങ്ങളും പൂട്ടിപ്പോയി. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ.
വിസ ശരിയാക്കി തരാമെന്ന പേരിൽ 15.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. മോസ്റ്റ്ലാൻഡ് ട്രാവൽസ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായ മേലൂർ പാലപ്പുള്ളി സ്വദേശി മൂഴിക്കുളം വീട്ടിൽ മുകേഷ് മോഹനനെയാണ് അറസ്റ്റ് ചെയ്തത്. കാറളം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ P. നായർ, ജിനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോർക്കഞ്ചേരി വട്ടപ്പിന്നി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും നെടുപുഴ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വട്ടപ്പിന്നി സ്വദേശി ചീക്കോടം വീടിൽ അക്കു എന്ന അക്ഷയനെയാണ് 13.67 ഗ്രാം MDMAയും 31.590 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ അക്ഷയ് നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ വിവിധ ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ, ബൈക്ക് എന്നിവയുടെ റിപ്പയറിംഗിന്റെ മറവിലാണ് ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സിനർജിയ യൂത്ത് ഫോറവും ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സിനർജിയ ചേതന ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവലിന് തൃശൂരിൽ തുടക്കമായി. കേരള സാഹിത്യ അക്കാദമിയിൽ ആരംഭിച്ച ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സംവിധായകൻ വിനോദ് ലീല നിർവഹിച്ചു. ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ സിബി ജോസ് ചാലിശ്ശേരി, ജനറൽ കോർഡിനേറ്റർ മീര രാമചന്ദ്രൻ, ക്യാമ്പസ് യൂത്ത് ഫോറം അഡ്വൈസർ KC സന്തോഷ് കുമാർ, അലീഷ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിവലിൽ 22ഓളം ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ 10ഓളം ജീവനക്കാർ പോലീസ് കേസ് നേരിടുന്നതായി വിവരാവകാശ രേഖ. 7 ജീവനക്കാർക്കെതിരെ വിചാരണ തുടരുകയാണ്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ 2 ജീവനക്കാർ പിടിയിലായി. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരി സമർപ്പിച്ച വിവരാവകാശ അപ്പീലിന് ഗുരുവായൂർ ദേവസ്വം ഡിസംബർ 4 നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം സംബന്ധിച്ചത്. എന്നാൽ അച്ചടക്ക നടപടി വിഭാഗത്തിൽ പരിശോധിച്ച ഫയലുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കെതിരായ വിജിലൻസ് കേസുകളുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ദേവസ്വം അറിയിച്ചു. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ജീവനക്കാരെ സംരക്ഷിക്കുവാൻ ദേവസ്വം ശ്രമിക്കുന്നതിന്റെ തെളിവാണിതെന്ന് ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു. അതിനുശേഷം നൽകിയ ആദ്യ അപ്പീലിലാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ 10ഓളം ജീവനക്കാർ പോലീസ് കേസുകൾ നേരിടുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. ഇതിൽ തന്നെ 2 കേസുകൾ സാമ്പത്തിക ക്രമക്കേടിനാണ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിന്റെയും അഴിമതിയെയും പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആദ്യം ശ്രമിച്ചതെന്ന് ഇതിൽ നിന്ന് പകൽ പോലെ വ്യക്തമാകുന്നു. തലകുലുക്കി ചെവിയും വാലും മാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്ര മുറ്റത്തുണ്ടാകും. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയും സിത്താറിസ്റ്റുമായ അനുഷ്ക ശങ്കറും ചേർന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമ്മാനിച്ച മെക്കാനിക്കൽ ആനയുടെ സമർപ്പണം നടന്നു. ഉണ്ണായി വാര്യർ കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ ആനയുടെ സമർപ്പണം നിർവഹിച്ചു. കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിന്ന കോമ്പാറ കണ്ണനെ കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി, ഹെറിറ്റേജ് അനിമൽ ടാക്സ് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം, ശ്രീകുട്ടി, രാജെ, അനുഷ്ക യാദവ്, ശ്രേയ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവനാട് മനയുടെ കീഴിൽ വരുന്ന 100ഓളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2016 മുതൽ ഉത്സവത്തിന് തേരിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ പെറ്റ ഇന്ത്യ ക്ഷേത്രം അധികൃതരെ സമീപിച്ച് മെക്കാനിക്കൽ ആനയെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ദുബായ് ഫെസ്റ്റിവലിന് ഉൾപ്പെടെ മെക്കാനിക്കൽ ആനകളെ നിർമ്മിച്ചു നൽകിയ ചാലക്കുടി പോട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷനിലെ ശില്പികളായ P. പ്രശാന്ത്, KM ജിനേഷ്, MR റോബിൻ, സാൻജോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതിയും ആനയേക്കം, ചമയം, മറ്റു സാമ്പത്തിക ചെലവുകളും ആന വിരണ്ടോടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന തീരുമാനം ക്ഷേത്ര കമ്മിറ്റി എടുത്തത്. ക്ഷേത്രാചാരങ്ങൾ മറ്റും തെറ്റാതെ നടക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ വെടിക്കെട്ട് പോലുള്ള പരിപാടികൾ നടത്താറില്ല.
തേരിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ ഭക്തരും അത് ഏറ്റെടുത്തു എന്ന് ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി പറഞ്ഞു. ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇരിഞ്ഞാലക്കുട അമ്പലം പോലെ വലിയ വിശാലമായിട്ടുള്ള മതിൽക്കകളുള്ള സ്ഥലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ചെറിയ സ്ഥലത്ത് ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആനകളെ പാലിക്കുന്നവർ അത് വേണ്ട രീതിയിലല്ല പാലിക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ കൈവിട്ടു പോകുന്നത്. 800 കിലോഗ്രാം ഭാരമുള്ള ആനയെ റബ്ബർ, ഫൈബർ, മെറ്റൽ, മെഷ്, ഫോം ഷീറ്റ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 മോട്ടോറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് തലയാട്ടാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കുവാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്തുവാനും വെള്ളം തെളിയിക്കുവാനും കഴിയും. ആളുകൾക്ക് കയറി ഇരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. പെറ്റാ ഇന്ത്യ സഹകരണത്തോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന 5ാമത്തെയും തൃശൂർ ജില്ലയിലെ 2ാമത്തെയും യന്ത്രയാനയാണ് കോമ്പാറ കണ്ണൻ. TCV ഇരിങ്ങാലക്കുട. ആലത്തൂർ MP-യും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K. രാധാകൃഷ്ണന്റെ മാതാവ് ചിന്ന അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കല്ലൂരിൽ കാണാതായ യുവാവിനെ ഭരതയിലെ ഉപയോഗശൂന്യമായ പാറമടയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ പൂണിശ്ശേരി പണക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് പാറമടയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ചൊവ്വാഴ്ച മുതലാണ് ഷാജുവിനെ കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറ്റിച്ചിറ കൂർക്കമറ്റം പള്ളത്തേരി മനുവിനെ കാപ്പ ചുമത്തി 3 മാസത്തേക്ക് നാടുകടത്തി. വെള്ളിക്കുളങ്ങര ചാലക്കുടി സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ SP B. കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,880 രൂപ, പവന് 63,040 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,407 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. തൃശൂരിന്റെ സമഗ്ര മാറ്റത്തിനുള്ള പദ്ധതികൾ ഉറ്റുനോക്കി ജില്ല. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടന്ന CSR തട്ടിപ്പിൽ തൃശൂർ ജില്ലയിലും വൻ കൊള്ള. ജില്ലയിൽ മാത്രം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പരാതി. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരിങ്ങാലക്കുടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസ്സിലെ ഡ്രൈവറാണ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയത്. ഡ്രൈവർ മൂർക്കനാട് സ്വദേശി രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ നടുവിലാർ ജംഗ്ഷനിലെ അപകടക്കിണിയായി മാറിയിരുന്ന മാൻഹോളിന്റെ സ്ലാബ് അറ്റകുറ്റപ്പണി നടത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.